ഗുഡ് മോർണിംഗ് ഗൈസ്. വളരെ ഒരു ഫാന്റാസ്റ്റിക് ഡേ ആണെന്ന്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് രാവിലെ എണീച്ച്, അതും ഓവർ മഴയും വെയിലും ഒന്നുമില്ലാത്തൊരു കാലാവസ്ഥ, വളരെ മൂടിയാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ഒരു കാലാവസ്ഥയാണ്. അപ്പോൾ ഞാൻ രാവിലെ എണീച്ച് ഇന്നലെ ആ മുടി വെട്ടാൻ പോയി. അപ്പം എൻ്റെ താടി ഓവർ നീളാത്തതും കൊണ്ട് ഞാൻ തന്നെ പൊരേന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ച് ഇന്ന് ഞാനിപ്പോൾ സെറ്റാക്കാം അങ്ങനെ തീരുമാനിച്ച് നിൽക്കുമ്പോഴാണ് വീഡിയോ എടുത്തില്ലല്ലോ എന്നുള്ള ഓർമ്മ വന്നത്. അപ്പം നമുക്ക് താടി ഒന്ന് സെറ്റാക്കണം. പിന്നെ ആണെങ്കിൽ ഇന്നത്തെ കാലാവസ്ഥ നോക്കൂ, അതായത് മൊത്തത്തിലൊരു മൂടി വെതറാണ്. പക്ഷേ മഴ പെയ്യുന്നുമില്ല, ഒരു ചൂടോ തണുപ്പോ അങ്ങനെ ഒരു സാധനവും ഇല്ലാത്ത ഒരു കാലാവസ്ഥ. പിന്നെ നമ്മൾ ജുങ്കിള് ഇതിന് എന്നാ ഒരു കായ് ഉണ്ടാവുക എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതിമേൽ ആടെയും ഇവിടെയൊക്കെ കായ് ഉണ്ടാവും, അത് അന്നപ്പം തന്നെ തൊഴിഞ്ഞും പോകും. പക്ഷേ നമുക്ക് നേരെ പോയി താടി ട്രിം ചെയ്യാം. അവിടെ നാളെയാണ് കല്യാണം, അത് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ്. അതിൻ്റെ അതൊക്കെ ആക്കുന്നുണ്ട്. നാളെ തലാണ്, അന്നപ്പോൾ കുറച്ച് മെനയിലൊക്കെ പോകണ്ടേ. ഓക്കെ, ഇപ്പം ഇരുടാവും. ഞാൻ ഒന്ന് ഫ്ലാഷ് ഓടാക്കട്ടെ. ഇപ്പം ഇനി കാണുന്നില്ലേ. എന്തായാലും എൻ്റെ ഒരു വലിയ ഡ്രീം എന്താ വെച്ചാൽ ആൾക്കാരൊക്കെ വീഡിയോ എടുക്കാനാണ്. എനിക്കിപ്പോൾ നല്ല രീതിയിൽ ക്രൗഡ് ഫിയർ ഉണ്ട്. ക്രൗഡ് ഫിയർ കണ്ണാടിയിൽ ഞാൻ എൻ്റെ മുടി ഒന്നായിട്ട് ആ ബംഗാളി വെട്ടി ഒരു ഇതാക്കിക്കാൻ എനിക്ക് ഇതെന്താ ഫെട ജനലും തുറന്നിട്ട് വേക്കല് അടുപ്പും കത്തിച്ച് അടിപൊളി. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒന്നായിട്ട് പുക കയറി. ഷിറ്റ് ഹാപ്പൻസ്. ഇനിയിപ്പോൾ ഈ പുക ഇങ്ങനെ നോക്കൂ, വീക്കിൽ വരുന്തോ ഒരു അടുപ്പ് വെച്ച്, കാരണം ഇപ്പം അതിലെന്നുള്ള പുകയാണ് റൂം മൊത്തം. നോക്കുമ്പോൾ നോക്കുക, ആ റൂമിൽ മറ്റെന്തോ ഇതൊക്കെ DJ പാർട്ടിയൊക്കെ നടക്കും പോലെ ആക്കി വെച്ചിക്ക്. എന്തായാലും ഞാൻ അതെങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പോക്കട്ടെ. എൻ്റെ ഈ വളവില്ലേ, ഏത് കണ്ണാടിയിൽ നോക്കുമ്പോൾ മനസ്സിലാവും. അതായത് എനിക്ക് പുറത്തൊരു വളവുണ്ട്, ആ വളവ് മാറ്റാൻ ജിമ്മിൽ പോകണം. അതായത് ഈ ഇങ്ങനെ വളഞ്ഞ് 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 എന്നെ ഇരുന്നിട്ട് ആയതാണ്. അത് മാറ്റണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ജിമ്മിൽ പോയാലൊക്കെ നന്നാവുന്നത്. അതായത് ഇപ്പം ആൾക്കാർ ഇങ്ങനെ കളിയാക്കാൻ തുടങ്ങി വളഞ്ഞണ്ടും ഈ മെലിഞ്ഞണ്ടൊക്കെ ആയിട്ട്. അതായത് ഒന്നാമത് എനിക്ക് ഓവർ തടി വരുമോ എന്നുള്ളൊരു ചെറിയൊരു പേടിയുണ്ട്. അതിനെക്കൊണ്ടാണ് ഞാൻ ഓവർ ഫുഡ് കഴിക്കാത്തത്. എന്നാലും ഈ വളവ് മാറ്റാൻ എനിക്ക് ബാക്ക് മസിലിനില്ലേ കുറച്ച് സ്ട്രെങ്ത്ത് കൂട്ടിയാൽ മതി. അതെന്തായാലും കൂട്ടണം. ഞാൻ യൂസ് ചെയ്യുന്ന എന്തായിരുന്നു VGR ഈ സാധനമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഇത് ഞാനിതിൽ ഈ ചെറുത് മാത്രം, വേറെ ഇല്ല. ഇത് താടി ട്രിം ചെയ്യുക. എനിക്കിതിൽ കൂടുതൽ താടി വളരുന്ന ഇഷ്ടമില്ല. എന്തായാലും ഇവിടെ ദിവസം പുക പോയത് കൊണ്ട് നമുക്ക് റൂമിൽ തന്നെ ചെയ്യാം. താടി ആക്ച്വലി 2 ദിവസത്തിലൊരിക്കൽ ഡ്രിം ചെയ്യേണ്ട ഒരവസ്ഥയാണ്. 2 ദിവസം ആകുമ്പോഴേക്ക് താടി വളർന്നു പോകും. എന്തായാലും ഞാൻ ഈ 8 കൈ കൊണ്ട് താടി ഡ്രിം ചെയ്ത് മാസ് കാണിക്കുന്നില്ല. ഞാനൊന്ന് ഡ്രിമ്മൊക്കെ ചെയ്തിട്ട് വരാം. ഇപ്പം എന്ത് മാറ്റാണ് വന്നതെന്നാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ, എൻ്റെ താടി കുറച്ച് 1 മില്ലിമീറ്റർ വളർന്നിരുന്നു. അതൊന്ന് ഡ്രിം ചെയ്താണ്. അതിനെക്കൊണ്ടാണ് ഞാൻ പീടിയെന്ന് ചെയ്യാതിരുന്നത്. പൊതുവേ ഞാൻ ഷോപ്പിൽ നിന്ന് ചെയ്യലില്ല. അതായത് മുടി മാത്രമേ വെട്ടുകയുള്ളൂ. താടി ഞാൻ ഈ ഇതിലാക്കുമ്പോൾ ഒരേ സെയിമിൽ അങ്ങ് ഡ്രിം ചെയ്യലാണ്. അതിന് ഞാൻ ഡ്രിമ്മർ എന്നോ വാങ്ങിയും വെച്ചേക്ക്. അന്നപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം കൈപ്പണിയാണ് ഇതിൽ എടുക്കൽ. അതിനെക്കൊണ്ടാണ്. പിന്നെ ആണെങ്കിൽ ഇത് ആകെ 1 മില്ലിമീറ്ററാണ് വളർന്നത്. ഇതിപ്പോൾ വലിയ മാറ്റമൊന്നും നിങ്ങൾ അറിയുണ്ടാവില്ല. എന്തായാലും പുറത്ത് കിടീലം പോലത്തെ മഴ വരുന്നുണ്ട്. അന്നപ്പോൾ ആ മഴയൊക്കെ കൊണ്ടല്ല, മഴ കൊള്ളുന്നില്ല. നാളെ കല്യാണമുണ്ട്, അതിന് പനിയൊക്കെ പിടിച്ച് കിടന്നാൽ മിനിച്ച് കഴിഞ്ഞാൽ കൊല്ലോ. അപ്പോൾ കിടീലം പോലത്തെ മഴ. എന്നാ കിടിലം മഴ. സ്വന്തം വീടിൻ്റെ അടുത്ത പുരയെ തന്നെ കല്യാണമൊക്കെ ഉണ്ടാകുമ്പം കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പം വീഡിയോ ഒക്കെ എടുക്കുന്നത് അതിനെക്കൊണ്ട് ഓരോ പ്രൈവസിയിലേക്കൊന്നും ഞാൻ ഇടിച്ച് കയറി വീഡിയോ എടുക്കൂല. എങ്കിലും ജനറലായിട്ട് ഇഞ്ചെ അത്യാവശ്യം അറിയുന്ന ഫ്രണ്ട്സും പിന്നെ ആണെങ്കിൽ ഇതിലെങ്ങനെയുള്ള ആൾക്കാർ ഓലിയൊക്കെ എടുത്തുനിന്ന് ഞാൻ മാക്സിമം വീഡിയോ എടുക്കുന്നുണ്ട്. അത്യാവശ്യം എൻഗേജിങ് ആക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ഞാൻ ഇവിടുന്ന് ഓവർ വായിട്ടടിക്കാണ്ട് ഞാൻ അങ്ങോട്ട് പോട്ടെ. എന്തായാലും ഇപ്പോഴൊന്നും ഞാൻ അവിടുന്ന് വീഡിയോ എടുക്കണ്ടാവില്ല. ഈ ഒരു ബ്ലുഫ് അടിച്ച് പിന്നെ എടുക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ രാത്രിയായിരിക്കാം, വൈകുന്നേരമായിരിക്കാം, അതൊന്നും എനിക്കറിയൂല.
എന്തായാലും നിങ്ങൾ വിചാരിക്കും ഞാൻ അവിടെ എന്തോ പണിയെടുത്ത് ചിലപ്പോൾ രാത്രിയോ വൈകുന്നേരം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയി എന്ന്. സത്യത്തിൽ ഇവിടെ മഴ ചോർന്നിട്ട് വേണ്ടേ എനിക്ക് അങ്ങോട്ട് പോവാൻ. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കൂല, എന്നെക്കൊണ്ട് അകത്തേക്ക് പോവാം. ഞാൻ ഇവിടെ മഴ ചോർന്നാൽ മാത്രമല്ലേ എനിക്ക് അങ്ങോട്ട് പോകാനാവൂ. ആദ്യം ഒന്ന് മഴ ചോരട്ടെ. ഞങ്ങൾ ബൾബ് എടുക്കാൻ കൊണ്ടുപോകാം. എവിടെ ബൾബ്? ബൾബ് ഓർഡർ ചെയ്യും. ഞാനാണ് ബൾബ് ഓർഡർ ചെയ്യും. സോറി അയ്യോ, കുമിള പൊട്ടിക്കെടുക്കാണ്. ഇതിന്റെ ബൾബ് ഇടല്ലേ? ബൾബ് അപ്പുറത്താ? ഇപ്പുറത്തോ? അപ്പുറം. ഇനി ഒരു ബൾബ് കൂടി എടുക്കണം. അതുകൂടി എടുത്താൽ ഞാൻ കൃതാക്തനായി. എന്നെ കാണുന്നുണ്ടോ? മുടിയൊക്കെ നനഞ്ഞ് കോഴിതിലേക്ക്. ഇന്നലെ ആ മുടി വെട്ടാൻ പോയി, വീഡിയോ എടുക്കാൻ പറഞ്ഞു. ആ ബംഗാളി ഞാൻ കുറച്ച് വെട്ടാൻ പറഞ്ഞപ്പോഴേക്ക് മൊത്തം വെട്ടി ഇങ്ങനെ ആക്കിയെടുത്ത്. എന്തായാലും ഞങ്ങൾ അടുത്തട്ടെ. പരിപാടി ഏൽപ്പിച്ചാൽ അത് സക്സസ് ആയിട്ട് നടത്തണം. അപ്പോൾ ഞങ്ങളത് സക്സസ് ആയിട്ട് നടത്തി. ഇതാക്കുന്ന മുട്ടുസൂചി അടക്കം ഇവിടെ എത്തിച്ചിട്ട്. ഓക്കെ, ഇനി ഫുഡ് കഴിക്കട്ടെ. ഞാൻ ആ ബൾബൊക്കെ കൊണ്ടുവന്ന് എന്തൊക്കെയോ സാധനങ്ങൾ പിന്നെയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാൻ നിൽക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് എൻ്റെ ഫ്രണ്ട്സൊന്നും വന്ന് തുടങ്ങിയില്ല. കുളിച്ച് മാറ്റി നല്ല ഫ്രഷായി ഞാൻ ഇവിടെ വന്ന്. എൻ്റെ അരുമയാന ഫ്രണ്ട്സൊക്കെ ഇവിടെ വന്ന് തുടങ്ങുന്നുണ്ട്. പിന്നെ വലിയ ഫ്രണ്ട്സൊന്നും വരൂലല്ലേ, ഇത് തലേന്നാണ്. അന്നിപ്പോ ഇവിടെ കുറച്ചൊന്ന് സെറ്റായിട്ട് ഇവിടെ കുറച്ച് തെണ്ടി തിരിഞ്ഞ് നിന്നിട്ട് വേണം എനിക്ക് പാൻ്റ് എടുക്കാൻ പോകാൻ. പാൻറ് സെറ്റായില്ല. ഒരു പാൻ്റാണ് ഇപ്പം വാങ്ങിയേക്കാൻ വിചാരിച്ചു. നല്ലൊരു ബൂട്ട് കട്ട് സാധനം ഞാൻ വിചാരിച്ചേ കിട്ടുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. എന്തായാലും അത് വാങ്ങി വരണം. നിങ്ങൾ രണ്ടാളും സെയിം ഐറ്റാണോ? ഇതെങ്ങനെയാടാ സെയിം ഐറ്റാന്ന്? ഈ ഒരു ഗ്യാപ്പില്ലേ നോക്ക്. എന്നിട്ട് ഇങ്ങനെ സെയിം ഐറ്റാന്ന് പറയും ചെയ്യുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് എന്റെ വളരായിട്ടാ. ഓൻ ചാമ്പി, ഓൻ ഏറ്റവും വിട്ടു ഉറപ്പാണ്. ഇവിടെ ഞങ്ങൾക്ക് ഡ്രസ്സ് വാങ്ങി വന്നിട്ടാണ് ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ. കേട്ടോ പെയിന്റ് കിട്ടി. ഇത് വൈഷ്ണവിന്റെ ഷർട്ടാണ്. ഇനി പെയിന്റൊക്കെ ഒന്ന് ഉടുത്ത് നോക്കട്ടെ. നല്ല രസമുണ്ടാവും. പക്ഷേ നിങ്ങൾ നാളെ കണ്ടാൽ മതി. പെയിനൊരു പെയിന്റും ഷർട്ടും ഒക്കെ സെറ്റാക്കിയാൽ മതി. ഇഞ്ചത് മാത്രം ഞാൻ കാണിക്കില്ല. ഇഞ്ചത് നാളെ കണ്ടായി. നിങ്ങൾ ഇപ്പോഴും കിട്ടോളി. ഞാൻ ഇഞ്ചത് നോക്കി കിട്ടില്ല സാധനം. ഈ ഇരുട്ടത്ത് കൂടി നിങ്ങൾ പോകുന്നത് എങ്ങോട്ടാണ്? ഇതൊക്കെ ഷെയ്പ്പാക്കി, സോറി വലിപ്പം കുറയ്ക്കാണ്ട്. ഓക്കെ, ആടുന്ന റിജക്ഷൻ കിട്ടി. അടിപൊളി. ഇപ്പോഴാണ് ഒരു ശ്വാസം ഇട്ടു. മറ്റേ പെയിന്റിൻ്റെ ആടായി പോയേനെ അല്ലേ? എന്താ ഇങ്ങനെ തപ്പുന്നത്? എന്തെന്നെ കല്യാണ എക്സ്പീരിയൻസ്? വളരെ നല്ല കല്യാണം. അതെ, ചിക്കൻ പീസൊക്കെ നല്ലോണം വെന്തിണ്ട്. ഇത് ഞാൻ പറഞ്ഞു പറയിപ്പിച്ചതല്ല. ഈ ചിക്കൻ പീസിന്റെ കാര്യം അറിഞ്ഞപ്പോ ഇതാ കണ്ടില്ലേ വയറൊക്കെ. അതെ, എന്തെല്ലാണ് എന്തിനാ ഇപ്പൊ അങ്ങനെ ഒരു ഇതാക്കി? പൊര വെട്ടുമ്പോ ഒരു വായ വെട്ടിയതാടാ. എന്തിനാ എല്ലാവരും ഓടുന്നത്? പൊര കത്തുമ്പോൾ വായ വെട്ടില്ല. പൊര വെളിച്ചം പറ്റാത്തായിട്ട്. പക്ഷെ ഞാൻ വെളിച്ചം പറ്റുന്ന ഒരു തന്നെയാണ്. ഉണ്ണിയെ ഇനി നമ്മളൊപ്പന കൊടുക്കുന്നേ. പക്ഷേ ഇവര് പറഞ്ഞില്ലടോ, പറഞ്ഞിക്കാൻ പ്രിപ്പയർ ആയിട്ട്. അതല്ലാണ്ട് ഇപ്പൊ അല്ല, അതെ. പക്ഷെ ഈ ഒരു ഇതിലാണെങ്കിൽ നമുക്കും കളിക്കട്ടോ. ഇനിയിപ്പം പ്രതീക്ഷയാകെ പൊന്നു ചേച്ചിന്റെ കല്യാണത്തിനാണ്. പരിപാടിയൊക്കെ ഏകദേശം കഴിയാനായിരിക്കില്ലേ? ഇനി നല്ല ഉറപ്പ് വരുന്നുണ്ട്. എനിക്കല്ല, ബ്രദർ. അതപ്പോ ഓന്റെ മുഖം കണ്ടിടിക്ക് പാവം തോന്നി. ഇനി പോയി കിടന്നോ? ഇനി ഇതുപോലുള്ള കുറെ എണ്ണം ഉണ്ടാവും. ഈ ആൾക്കാർ കൂടിക്കുമ്പേ ക്യാമറ ഓൺ ആക്കിയിട്ട് ബാക്കിയുള്ള അണ്ണാക്കിലേക്ക് ഇറങ്ങുന്ന കുറെ എണ്ണം ഉണ്ട്. അതെ അതെ. ഇല്ലട്ടോ, മുൻസൈൻ മാഞ്ഞനാ. മുൻസൈനാകെ കട്ടാൻ പേസ്റ്റ് അറിയൂ, വേറെ എഡിറ്റ് ചെയ്ത് കയറ്റാനൊന്നും അറിയില്ല. അതെ സത്യം. അല്ല, ഞാനിത് ഓവർ വലിച്ച് നീട്ടാൻ താല്പര്യമില്ല. അത് ഇവിടെ നിന്നാൽ കോപ്പിറൈറ്റ് ആയിരിക്കും. പൊരയിലെത്തിയിട്ട് ഒരു വിധം അതൊക്കെ സൈഡാക്കി ഞാൻ റൂമിലെത്തി. ഇനി ഇതൊന്ന് കഴിഞ്ഞ് ഇനി ഇപ്പം കിടന്നുറക്കുക, നാളെ രാവിലെ എണീക്കുക, പോവുക. കൃതാക്തനാവും അതോടെയും കഴിഞ്ഞാൽ. എന്തായാലും നല്ല രീതിയിൽ വീഡിയോ എടുക്കാനാവും ഞാൻ വിചാരിക്കുന്നുണ്ട്. എന്തായാലും നാളെ കാണാം. ബൈ.